ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ വലിയ കൃപയിലേക്ക് ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് ചിന്തിക്കുന്ന വിഷയം, കടബാധിതയാൽ ഭാരപ്പെടുന്ന മക്കളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയൊഴുകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അനേകർ കർത്താവെ കടഭാരത്താൽ വേദനിക്കുന്നവരുണ്ട്. അവരെ ഓരോരുത്തരെയും ഈശോയെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഭാരങ്ങളെ ഈശോയെ അവിടുന്ന് തുടച്ചു മാറ്റണമേ. ഈശോയെ, കണ്ണുനീരിനെ അവിടുന്ന് കാണണമേ. ഈശോയെ, വേദനകളെ അവിടുന്ന് ഒപ്പിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം ശ്രവിക്കുന്ന ഈശോയെ, ഈ വചനം ഏറ്റുപറയുന്ന ഈശോയെ, എല്ലാ മക്കളിലേക്കും നിന്റെ കൃപയൊഴുകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ നിന്നൊഴുകുന്ന വിടുതൽ കർത്താവെ അനേകരുടെ ജീവിതത്തിൽ കർത്താവെ കടഭാരത്തിൽ നിന്ന് കർത്താവെ അവിടുന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ വചനം ഷെയർ ചെയ്യുന്നവരെ കർത്താവെ, ഇതിൻ്റെ കർത്താവ് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ കൂടുതൽ അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കർത്താവെ പ്രഘോഷിക്കുമ്പോൾ അനേകർക്ക് വിടുതൽ നൽകണമേ. കർത്താവെ, കടഭാരത്തിൽ നിന്ന് അനേകരെ അങ്ങ് മോചിപ്പിക്കണമേ. കർത്താവെ, നിൻ്റെ കൃപയൊഴുകട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗമെന്ന് പറയുന്നത് കടഭാരത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാൻ പറ്റുമെന്ന്. അനേകരിന്ന് പല മേഖലകളിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും, ദൈവവചനത്തിലൂടെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ നമുക്ക് കടഭാരത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്, നമ്മൾ ഏത് വചനവും ഏത് പ്രാർത്ഥനയും നമ്മൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകുന്നു. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ കൃപയുണ്ടാകുന്നത്. കാരണം യോശുവ 3:5 പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, എന്നാൽ നമ്മിൽ സത്യമില്ലെന്നും വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകിയാൽ എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ നമുക്ക് വിശുദ്ധി ആവശ്യം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും വലുതാണ് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ഈ വചനം നമ്മൾ കേൾക്കുകയും അതുപോലെ തന്നെ ഈ വചനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകും. പിന്നെ സാമ്പത്തിക മേഖലകളിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള അനീതിപരമായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ മാപ്പ് ചോദിച്ച് ദൈവത്തിൻ്റെ കൃപാകടാക്ഷണത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ സ്വന്തം പദ്ധതി പണിയാനായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള ദൈവ പദ്ധതിയെ ലംഘിച്ചുകൊണ്ട് മാനുഷികമായ പദ്ധതി പണിയാനായിട്ടോ അല്ലെങ്കിൽ ചെയ്യാനായിട്ടൊക്കെ നമുക്കൊരു ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മൾ വീട് പണിയുകയോ ഇല്ലെങ്കിൽ പല മേഖലകളിൽ ലോൺ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ കടഭാരത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ ഈ വചനം കേൾക്കുമ്പോൾ ആ മേഖലയെ ദൈവ കരുണയിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതിലൂടെ ദൈവത്തിൻ്റെ കൃപ കടന്നു വരികയുള്ളൂ. അപ്പോൾ നമ്മളെ തന്നെ കണ്ടെത്താൻ, നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് കർത്താവ് ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ നിറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം മുഴുവൻ നമ്മൾ കേൾക്കണം. ഈ വചനം നമ്മൾ ഏറ്റുപറയണം. ഈ വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി അയച്ച് നമ്മെ അനുഗ്രഹിക്കും.
ഈ കടഭാരം മാറാനായിട്ടുള്ള വചനം നമ്മൾ കുറേ വചനങ്ങൾ നമ്മൾ വായിക്കും, ഈ സമയം പ്രാർത്ഥിക്കും. അതിലൂടെ ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും നമ്മളിലേക്ക് കർത്താവ് അയക്കും. നമ്മൾ ഒന്നാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം. ഈ വാഗ്ദാനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ കൃപയും അഭിഷേകവും നമ്മുടെ മേൽ കർത്താവ് പകരുന്നത്. ഈ വചനത്തിൻ്റെ ഈ അനന്ത യോഗ്യത നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുകുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനം അഗ്നിയായിട്ട് നമ്മുടെ മേൽ നിറയട്ടെ. ജെറമ്യ 23:29 പറയുന്നുണ്ടല്ലോ, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലയോ. ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം ശ്രവിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ, കടഭാരത്തിൻ്റെ പ്രതികൂലങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഈ സമയം നമുക്ക് വിശ്വാസത്തോടെ ഈ വചനം നമുക്ക് ശ്രവിക്കാം. നിയമാവർത്തനം 28, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയെക്കാളും ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ വച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിൻ്റെ കളപ്പുലകളും നിൻ്റെ പ്രയത്നങ്ങളും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിൻ്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ടമായ ഭണ്ഡാരമായ ആകാശം തുറന്ന് നിൻ്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേക ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനവൃത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടബലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. പ്രിയപ്പെട്ടവരെ, ഈ വചനമാണ് നിയമാവർത്തനം 28. ഈ വചനത്തിൻ്റെ വലിയ ശക്തിയാണ് കർത്താവ് നമ്മളെ ജീവിതത്തിലേക്ക് നൽകാൻ പോകുന്നത്. ഈ വചനം നമ്മൾ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ഏറ്റുപറയുമ്പോൾ നമ്മളിലേക്ക് കർത്താവിൻ്റെ കൃപയൊഴുകും. നമുക്ക് ഈ വചനത്തിൻ്റെ ശക്തി നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകം നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ ഈ വചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ നമ്മളിൽ ഓരോരുത്തരിലും നിറയപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഫിലിപ്പിയർ 4:19 ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനം നമ്മൾ ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വചനം നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ 2 കൊറിന്ത്യസ് 8:9 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഈ വചനം നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. ഈ നിയമാവർത്തന പുസ്തകം ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ യോഹന്നാൻ 10:10 ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്.
ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അനന്ത യോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ പ്രഭാതത്തിലും നമ്മുടെ വൈകുന്നേരം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കടഭാരങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിക്കും. ഈ വചനത്തിൻ്റെ അനന്ത അഭിഷേകം നമ്മളിൽ നിറയാൻ, നമ്മുടെ കുടുംബത്തിൽ നിറയാൻ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിറയാൻ, നമ്മുടെ ബിസിനസ്സിൽ നിറയാൻ, അതുപോലെ തന്നെ നമ്മുടെ ജോലി മേഖലകളിൽ നിറയാൻ, നമ്മുടെ കടഭാരങ്ങളിൽ കർത്താവിൻ്റെ വലിയ അത്ഭുതകരമായ വിടുതലും അഭിഷേകവും ഉണ്ടാകുവാൻ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകാരുണ്യനാഥൻ്റെ മുൻപിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ഈ സമയം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയൊഴുകട്ടെ. ഈ വചനം ശ്രവിക്കുന്ന അനേകരിലേക്ക്, അനേക ലക്ഷങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുകട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ, ദൈവത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തി നിറയട്ടെ, ഓരോ മക്കളിലും നിറയട്ടെ. കർത്താവ് ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. ഈ സമയം കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. ഈ വചനം കേൾക്കുന്ന, ഈ വചനം പങ്കുവയ്ക്കുന്ന, ഷെയർ ചെയ്യുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, കടഭാരത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവേ. നിൻ്റെ കൃപയുണ്ടാകണമേ കർത്താവേ. ഇത് കേൾക്കുന്നവരെയും പങ്കുവയ്ക്കുന്നവരെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.